വർഷം 1992 മാർച്ച് 27 പുലർച്ചെ പിയൂസ് 19-ാം കോൺവെന്റിലെ എല്ലാവരും ഉറക്കത്തിലാണ്. ആ നിശബ്ദതയെ മറികടന്ന് ഒരു ലോഹമിടിക്കുന്ന ശബ്ദം കേട്ട് കാവൽമുറിയിലെ സിസ്റ്റർ എലിസ ജനൽ വഴി പുറത്തേക്ക് നോക്കുന്നു. താഴെ 2-3 നിഴലുകൾ ചലിക്കുന്നതായി കണ്ടു. ഒന്നും വ്യക്തമല്ലെങ്കിലും തെറ്റായതെന്തോ നടക്കുന്നുണ്ടെന്ന് അവൾക്ക് തോന്നി. അതാണ് പിന്നീട് 28 വർഷത്തെ അന്വേഷണത്തിന് തുടക്കം കുറിച്ചത്. അതെ, സിസ്റ്റർ അഭയ കേസ്. ആരായിരുന്നവർ? 21 വയസ്സുകാരിയായ അഭയ കോട്ടയം സ്വദേശിനിയാണ്. ഒരു സാധാരണ കുടുംബം. തോമസ് ലീല ദമ്പതിമാരുടെ മകൾ. സാമ്പത്തികം കൊണ്ട് വലിയ മെച്ചമില്ലാത്ത കുടുംബത്തിൽ നിന്നും ദൈവവിളിയെ തുടർന്നാണ് സിസ്റ്റർ അഭയ കോൺവെന്റിൽ ചേരുന്നതും പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്നതും. പഠനത്തിലും പ്രാർത്ഥനയിലും മിടുക്കിയായ ഒരു പെൺകുട്ടി. കോൺവെന്റ് ജീവിതത്തെ അത്രയ്ക്ക് സീരിയസ് ആയി എടുക്കുന്ന, അച്ചടക്കം പാലിക്കുന്നവൾ. അഭയുടെ മരണം പറഞ്ഞ ആളുകൾ ചോദിച്ചത് ഒറ്റ ചോദ്യമാണ്: ഇത്ര പോസിറ്റീവായ ഒരു കുട്ടിക്ക് ആത്മഹത്യ ചെയ്യാൻ കഴിയുമോ? ഈ ചോദ്യം തന്നെയാണ് കേസിനെ മുന്നോട്ട് കൊണ്ടുപോയത്. മാർച്ച് 27-നാണ് അഭയെ കാണുന്നില്ല എന്ന വിവരം കോൺവെന്റിലെ മറ്റു കുട്ടികൾ അറിയുന്നത്. രാവിലെ 7 മണിക്ക് കോൺവെന്റിലെ പ്രാർത്ഥനാ സമയം. അഭയ മാത്രം ഹാളിൽ എത്തിയില്ല. പ്രാർത്ഥനയ്ക്ക് മുൻപായി ആരോ വിളിച്ചു പറഞ്ഞു, അഭയെ കാണുന്നില്ല. കോൺവെന്റിലെ എല്ലാവരും അന്വേഷണത്തിനായി ഇറങ്ങി. റൂമിലും വഴിയിലും അവൾ എത്താനിടയുള്ള സ്ഥലങ്ങളിലെല്ലാം അന്വേഷണം നടത്തി. ഒടുവിൽ കിണറ്റിനരികിൽ നിന്നൊരു നിലവിളി. ഇവിടെ കിണറ്റിലൊരു ശരീരം കാണുന്നു. കിണറ്റിനുള്ളിൽ വെള്ളത്തിൽ നനഞ്ഞ അഭയുടെ ശരീരം കണ്ടെത്തുന്നു. തീർത്തും മരണവെപ്രാളം വിട്ടുമാറാത്ത ആ മുഖം കണ്ടപ്പോൾ തന്നെ ഇതൊരു സാധാരണ മരണമല്ലെന്ന് കൂടിയിരുന്നവർക്ക് തോന്നി. പക്ഷേ തുടർന്നുണ്ടായ പോലീസ് അന്വേഷണം വലിയൊരു വീഴ്ചയായിരുന്നു. അഭയുടെ മരണം തീർത്തും ആത്മഹത്യയാണെന്നവർ സ്ഥിരീകരിച്ചു. മൃതദേഹത്തിന്റെ ഇൻക്വസ്റ്റ് തയ്യാറാക്കിയ കോട്ടയം വെസ്റ്റ് പോലീസ് സ്റ്റേഷനിലെ VV അഗസ്ത്യൻ കേസിൽ കൃത്രിമം കാണിച്ചുവെന്ന് CBI കണ്ടെത്തി. ആദ്യ ഇൻക്വസ്റ്റ് നശിപ്പിച്ച് അതിലുണ്ടായിരുന്ന വിവരങ്ങൾ ഒഴിവാക്കി വ്യാജ ഇൻക്വസ്റ്റ് തയ്യാറാക്കി എന്നതാണ് അഗസ്ത്യൻ കാണിച്ച കൃത്രിമം. കിണറ്റിൽ നിന്നെടുക്കുമ്പോൾ അഭയ മാക്സ് ധരിച്ചിട്ടുണ്ടെന്നും അടുക്കളയിൽ ഒരു മൂലയിൽ ശിരോവസ്ത്രവും ചെരുപ്പും ഉണ്ടായിരുന്നെന്നുമാണ് രേഖപ്പെടുത്തിയത്. എന്നാൽ വ്യാജ ഇൻക്വസ്റ്റിൽ കിണറ്റിൽ നിന്നും മൃതശരീരം പുറത്തെടുത്തപ്പോൾ അടിവസ്ത്രം കൂടി ഉണ്ടായിരുന്നെന്ന് രേഖപ്പെടുത്തിയിരുന്നു. എന്നാൽ അടിവസ്ത്രം ഉണ്ടായിരുന്നില്ല എന്ന് ഫയർമാൻ ഗോവിന്ദൻ പിള്ള പറയുന്നുണ്ട്. ഈ അട്ടിമറിയുടെ ഗൂഢാലോചന മുഴുവനും KT മൈക്കിളിന്റെ നേതൃത്വത്തിലായിരുന്നു. ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥനായ മൈക്കിൾ വെസ്റ്റ് പോലീസ് പരിധിയിൽ വന്ന ഈ കേസിന് കൈകടത്താനുള്ള ശ്രമം സംശയം തോന്നിപ്പിക്കുന്നതായിരുന്നു. മൃതദേഹം പുറത്തെടുക്കുന്നതിന് മുൻപേ അദ്ദേഹം കോൺവെന്റിൽ ഉണ്ടായിരുന്നെന്നും സാക്ഷിമൊഴിയിലൂടെ CBI തെളിയിക്കുന്നുണ്ട്. ക്രൈം സീൻ പ്രോപ്പറായി സീൽ ചെയ്യുകയോ ഇഞ്ചുറീസ് കൃത്യമായി ശ്രദ്ധിക്കുകയോ ചെയ്യാതെ ഫോറൻസിക് പരിശോധന ഇല്ലാതെയുമാണ് അന്വേഷണം നടത്തിയത്. കോൺവെന്റിലെ ചില സിസ്റ്റേഴ്സും ജീവനക്കാരും ഇത് ആത്മഹത്യ തന്നെയാണെന്ന് ആവർത്തിച്ചുകൊണ്ടിരുന്നു. ഇങ്ങനെ കേസിനെ അട്ടിമറിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കെ ജോമൻ പുത്തൻപുരയ്ക്കലിന്റെ നേതൃത്വത്തിൽ ആക്ഷൻ കൗൺസിലർ രൂപീകരിക്കുകയും പ്രക്ഷോഭം സംഘടിപ്പിക്കുകയും ചെയ്തു. നാട്ടുകാർക്കും വീട്ടുകാർക്കും ഇതൊരു കൊലപാതകമാണെന്ന് തീർച്ചയായിരുന്നു. ഈ സമ്മർദ്ദം മൂലം അഭയ കേസന്വേഷണം CBI ഏറ്റെടുക്കേണ്ടി വന്നു. അതൊരു സ്ട്രെയിറ്റ് ഫോർവേഡ് എൻക്വയറി ആയിരുന്നില്ല. 1993-ലെ CBI കണ്ടെത്തൽ തന്നെ കേസിന്റെ ഗതിയെ തലകീഴാക്കി. ഇതൊരു ആത്മഹത്യയല്ല, കൊലപാതകമാണെന്ന് അവർ കണ്ടെത്തി. എന്നാൽ ആ CBI ടീമിന് അധികം മുന്നോട്ട് പോകാൻ സാധിച്ചില്ല. അപ്രതീക്ഷിതമായി CBI ഉദ്യോഗസ്ഥനെ ട്രാൻസ്ഫർ ചെയ്തു. പിന്നീട് രണ്ടാമതായി എത്തിയ CBI ടീം അന്വേഷണം അത്ഭുതകരമായി പഴയ സൂയിസൈഡ് തിയറിയിലേക്ക് തന്നെ തിരിഞ്ഞു. എന്നാൽ ഇത് കോടതി തള്ളിക്കളഞ്ഞു. മൂന്നാമതായി എത്തിയ CBI ടീമാണ് കേസ് പൂർണ്ണമായി പുതുക്കി പരിശോധിച്ചത്. അവർ കേസിനെ കുറച്ചുകൂടി ആഴത്തിൽ പരിശോധിച്ചപ്പോൾ പുറത്തു വന്നത് ഞെട്ടിക്കുന്ന സത്യങ്ങളാണ്. തെളിവുകൾ മനഃപൂർവ്വം നശിപ്പിക്കുകയും ഫോട്ടോകൾ റീടച്ച് ചെയ്തെടുത്തും രേഖകൾ മാറ്റിവെച്ചുമാണ് കേസിനെ വഴിതിരിച്ചുവിട്ടത്. ഇത് കേസിന്റെ മുഴുവനായി പൊളിച്ചെടുത്തിനും അഭയയ്ക്ക് നീതി കിട്ടാനുമുള്ള വഴിയൊരുക്കി. കേസിന്റെ CBI കണ്ടെത്തൽ ഇങ്ങനെയാണ്. അന്ന് പുലർച്ചെ പഠിക്കാനായി തന്നെ വിളിക്കാൻ സിസ്റ്റർ ഷേളിയെ അഭയ ഏൽപ്പിച്ചിരുന്നു. പഠിക്കാനിരിക്കുന്നതിന് മുൻപായി അടുക്കളയിൽ വെള്ളമെടുക്കാൻ പോയ അഭയ കണ്ടത് അടുക്കളയുടെ അരികുവശത്തായി സീനിയർ പുരോഹിതൻ ഫാദർ തോമസ് കൊട്ടൂരും പുത്തൂർ കോൾ സിസ്റ്റർ സെവിയും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതാണ്. അഭയ തങ്ങളെ കണ്ടെന്ന് മനസ്സിലാക്കിയ ഫാദർ കോട്ടൂർ അഭയുടെ കഴുത്തിന് കുത്തിപ്പിടിക്കുകയും സിസ്റ്റർ സെഫി അടുത്തിരുന്ന മഴ കൊണ്ട് അഭയുടെ തലക്കടിക്കുകയും ചെയ്തു. ബോധം നഷ്ടപ്പെട്ട അഭയെ മൂവരും ചേർന്ന് കിണറ്റിലിടുന്നു. പിന്നീട് ആത്മഹത്യ എന്ന് തോന്നും വിധം എല്ലാം ക്രമീകരിച്ചു. സാഹചര്യത്തിന് പുറമെ നിരവധി സാക്ഷിമൊഴികളും വന്നിരുന്നു. കേസിൽ മൊഴി നൽകിയ സാക്ഷികളെ എല്ലാം കോടതി വിചാരണ വൈകിയതോടെ സ്വാധീനിക്കാൻ തിരുസഭയ്ക്ക് കഴിഞ്ഞിരുന്നു. എന്തിന്, പുലർച്ചെ അഭയെ വിളിച്ചു നടത്തിയ ഷേർലി പോലും വിചാരണ സമയത്ത് മൊഴി മാറ്റി പറഞ്ഞു. എല്ലാം കൊണ്ടും അഭയെ അറിയുന്നവർ പോലും മൊഴി മാറ്റിയപ്പോൾ കോൺവെന്റിലെ മട്ടുപ്ലാവിലെ ചെമ്പുകമ്പി മോഷ്ടിക്കാനെത്തിയ അടക്ക രാജു ഫാദർ കോട്ടൂരിനെ അന്ന് രാത്രി കണ്ട കാര്യം പലപ്പോഴും നാട്ടുകാരോട് പറഞ്ഞെങ്കിലും ആരും കാര്യമായി കണ്ടില്ല. എന്നാൽ കാര്യം കൃത്യമായി മനസ്സിലാക്കിയ മൈക്കിളിന്റെ നേതൃത്വത്തിൽ പോലീസുകാർ തന്നെ അറസ്റ്റ് ചെയ്തെന്നും മൊഴി മാറ്റത്തിനായി മർദ്ദിച്ചുവെന്നും മൊഴി മാറ്റിപ്പറയാൻ തയ്യാറാവാത്ത തന്നെ അവസാനം താനാണ് കുറ്റക്കാരൻ എന്നുവരെ വരുത്തി തീർക്കാൻ അവർ ശ്രമിച്ചു. പക്ഷേ മൊഴി മാറ്റി പറയാൻ രാജു തയ്യാറായില്ല.
CBI നിരത്തിയ തെളിവുകളിൽ ഒന്ന് അഭയുടെ ദേഹത്ത് 6 മുറിവുകളുണ്ടെന്നും കഴുത്തിൽ നഖം കൊണ്ട് കോറിയ പാടുണ്ടെന്നും ഫോറൻസിക് സർജൻ രാധാകൃഷ്ണൻ പറഞ്ഞതോടെ CBI അന്വേഷണം എളുപ്പമാക്കി. CBI അറസ്റ്റ് ചെയ്യുന്നതിന് മുൻപായി സിസ്റ്റർ സിഫി താൻ കന്യകയാണെന്ന് തെളിയിക്കാനായി ഹെമനോപ്ലാസ്റ്റി അഥവാ കന്യകാ ചർമ്മം വെച്ചുപിടിപ്പിക്കൽ ശസ്ത്രക്രിയ നടത്തിയതിന് തെളിവുകൾ CBI കണ്ടെടുത്തു. പിന്നീടുള്ള പ്രധാന സാക്ഷി കുശ്നിക്കാരിയായ അച്ചാമ്മയുടേതാണ്. ഇടയ്ക്കിടയ്ക്ക് അച്ഛന്മാർ വരാറുണ്ടെന്നും വരുന്ന ദിവസം നല്ല ഭക്ഷണം ഉണ്ടാക്കി തരാൻ തന്നോട് പറയാറുണ്ടെന്നും മൊഴി നൽകി. എന്നാൽ ആ രാത്രി 4 പട്ടികളെ കോൺവെന്റിൽ തുറന്നു വിട്ടിരുന്നു എന്നും എന്നാൽ അവ കുരയ്ക്കുന്നതായി ഒന്നും തന്നെ താൻ കേട്ടില്ല എന്നും മറ്റൊരു മൊഴിയും നൽകി. 2020 ഡിസംബർ 22 കേരളം വർഷങ്ങളോളം കാത്തിരുന്ന നീതിക്ക് വേണ്ടിയുള്ള ദിവസം. കൊച്ചിയിലെ പ്രത്യേക കോടതിയിൽ നിന്ന് ആളുകൾ നിറഞ്ഞിരുന്നു. ഓരോ സീറ്റും നിറഞ്ഞിരുന്നു എന്ന് മാത്രമല്ല, അവിടെ നിന്നിരുന്ന ഓരോരുത്തരും ശ്വാസം പിടിച്ച് വിധിക്കായി കാത്തുനിന്നു. 28 വർഷത്തെ പോരാട്ടത്തിനും സംശയങ്ങൾക്കും ഒടുവിൽ ജഡ്ജ് സനൽകുമാർ വിധി പ്രഖ്യാപിച്ചു. ഫാദർ തോമസ് കൊട്ടൂരിന് ജീവപര്യന്തവും 5 ലക്ഷം പിഴയും സിസ്റ്റർ സിഫിയയ്ക്ക് 10 വർഷ കഠിന തടവും. വിധി പ്രഖ്യാപിച്ചപ്പോൾ കോർട്ട് റൂമിൽ നിശബ്ദത നിറഞ്ഞു. അന്ന് കോടതിയിൽ പറഞ്ഞ വാചകം കേസിന്റെ മുഴുവൻ അർത്ഥത്തെയും ഉൾക്കൊള്ളിച്ചതായിരുന്നു. നീതി വൈകാം, പക്ഷേ നിഷേധിക്കപ്പെടില്ല. സിസ്റ്റർ അഭയ കേസ് ഒരു സാധാരണ മർഡർ ആയിരുന്നില്ല. അതൊരു വ്യക്തിയുടെ മരണത്തെക്കുറിച്ചുള്ള അന്വേഷണം മാത്രമല്ല, മനുഷ്യരും മതസ്ഥാപനങ്ങളും നിയമ സംവിധാനവും ചേർന്നുണ്ടാക്കിയ സത്യത്തെ മറച്ചുവെക്കാനുള്ള ശക്തിയുടെ കഥയാണ്. അതോടൊപ്പം പൊതുജനങ്ങൾ, മാധ്യമങ്ങൾ, അന്വേഷണക്കാർ ചേർന്നുണ്ടാക്കിയ സത്യത്തിന് നിരന്തര പോരാട്ടമാണ്. ഒരു കിണറ്റിൽ ഒളിപ്പിക്കാമെന്ന് കരുതിയ സത്യം, രേഖകളിൽ മാറ്റം വരുത്തി മറയ്ക്കാമെന്ന് കരുതിയ സത്യം 28 വർഷങ്ങൾക്ക് ശേഷം തന്റെ ശക്തിയാൽ ഉയർത്തെഴുന്നേൽക്കുകയായിരുന്നു. ഈ കേസ് തെളിയിച്ചത് ഒരേയൊരു സത്യമാണ്: വർഷം എത്ര കഴിഞ്ഞാലും സത്യത്തിന് ഉയർത്തെഴുന്നേൽക്കാനുള്ള കഴിവുണ്ട്.